നമസ്കാരം. വൈഖരിയുടെ ചിന്താപ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശിവസ്മരണയുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. ശിവരാത്രി ദിനത്തിലെ ഒരു സന്ദേശം പറയാൻ ആഗ്രഹിക്കുകയാണ്. പാലാഴി മഥനകഥ ഏവർക്കും അറിയാമല്ലോ. അസുരന്മാരും ദേവന്മാരും വാസുകി എന്ന സർപ്പത്തെ കയറാക്കി മന്ധരപർവ്വതത്തെ കടകോലാക്കി പാലാഴിയെ മഥിച്ചത് അമൃതമഥനം എന്നാണ് ഇതിൻ്റെ മറ്റൊരു പേര്. പക്ഷെ ആദ്യമായിട്ട് വാസുകിയുടെ നാവിൽ നിന്നും പുറത്തു വന്നത് ഹലാഹലം എന്ന് പറയുന്ന കാളകൂടം എന്ന് പറയുന്ന ഉഗ്രവിഷമാണ്. ഇത് ലോകത്ത് പതിച്ചാൽ സർവനാശമുണ്ടാക്കും എന്ന് മനസ്സിലാക്കിയ മഹാദേവൻ അദ്ദേഹത്തിൻ്റെ ഒരു ത്യാഗസ്മരണ നോക്കൂ. ആ വിഷം കൈകളിൽ ശേഖരിച്ച് പാനം ചെയ്യാൻ പുറപ്പെട്ടു. അത് പാനം ചെയ്തപ്പോൾ സാക്ഷാൽ പാർവതി വന്ന് ശിവന്റെ കണ്ഠത്തിൽ മുറുകെ പിടിച്ചുവെന്നും പുറത്തേക്കത് വമിക്കാതിരിക്കാൻ ഭഗവാൻ മഹാവിഷ്ണു വന്ന് ഭഗവാൻ പരമശിവന്റെ വായ് അടച്ചു പിടിച്ചുവെന്നുമാണ് കഥയിൽ പറയുന്നത്. ഇത് ഏറെ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന ഒരു കഥയായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി വിഷമെങ്ങാനും അകത്ത് ചെന്നാൽ പരമശിവൻ ഇല്ലാതാകുമോ എന്ന് പേടിച്ചവരുമുണ്ട്. നോക്കൂ, കേവലനായി ഒരു ഭൗതികനായിട്ടല്ല നാം ശിവനെ കാണുന്നത്. അനന്തമായ അനാദിയായ ചൈതന്യത്തിനെ തന്നെയാണ് ശിവൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭഗവാന്റെ അകത്തും പുറത്തും ഈ ബ്രഹ്മാണ്ടം തന്നെയാണ്. വിഷം അകത്ത് ചെന്നാലും നാം തന്നെയാണ് നശിക്കുന്നത്, പുറത്തു പോയാലും ഈ ലോകം തന്നെയാണ് നശിക്കുന്നത്. അതുകൊണ്ട് വിഷം കണ്ഠത്തിൽ കുടുങ്ങി നീലകണ്ഠൻ ശ്രീകണ്ഠൻ എന്ന നാമധേയം വന്നതും ഈ ഒരു അനുസ്മരണത്തിലാണ്. നോക്കൂ, പാലാഴി മഥനം എന്ന് പറയുന്നത് പ്രപഞ്ച സത്യത്തെ കണ്ടെത്തുവാനുള്ള മനനം തന്നെയാണ്. ദേവന്മാരും അസുരന്മാരും ചേർന്നാണ് ഇത് നിർവഹിച്ചത് എന്നറിയാമല്ലോ. സാത്വികതയും താമസികതയും നമ്മളുടെ ജീവനിൽ ഉണ്ടാക്കുന്ന ഒരു മനനമായി ഇതിനെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നുണ്ട്. അസുരന്മാരെയും ദേവന്മാരെയും നമ്മളുടെ ജീവനുമായി ബന്ധപ്പെട്ട് വേണ്ടയിടത്ത് സ്ഥാപിക്കാൻ സാധിക്കലാണ് വിശേഷബുദ്ധി എന്ന് പറയുന്നത്. ഈ ഒരു സന്ദേശം തന്നെയാണ് ഭഗവാൻ ശിവന്റെ ഈ ത്യാഗസ്മരണ ശിവരാത്രിയിലൂടെ നമുക്ക് ഉത്ഭൂതമാകുന്നത്. അവിടെ ശ്രദ്ധയാകുന്ന മന്ധരപർവ്വതം കടകോലായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ശ്രദ്ധ പലപ്പോഴും പല വിഷയങ്ങളിലും പെട്ട് താഴ്ന്നു പോകുമ്പോൾ സാക്ഷാൽ മഹാവിഷ്ണു കൂർമാവതാരം ചെയ്താണ് അതിനെ ഉദ്ധരിക്കുന്നത്. ബുദ്ധിയെയാണ് മഹാവിഷ്ണു എന്ന് പറയുന്നത്. ബുദ്ധിയും ബോധവും ഏകീകരിക്കുന്ന ബോധസ്വരൂപനായ ശിവനിൽ എത്തിച്ചേരേണ്ട ഒരു അഭ്യാസത്തെയാണ് ഈ കഥ സൂചിപ്പിക്കുന്നത് തന്നെ. ഭഗവാൻ ശിവനെ കുറിച്ച് നാം നമ്മുടെ ഉള്ളിൽ ചിന്തിക്കുമ്പോഴുണ്ടാകുന്ന രസം നമ്മളെ ഇഷ്ടപ്പെട്ട ആഹാരത്തിലേക്ക് പോലും കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് ആഹാരം ഉപേക്ഷിക്കുന്നു. ഭഗവാനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴുണ്ടാകുന്ന രസം നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ഉറക്കത്തിലേക്ക് പോലും കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് ഉറക്കമിളയ്ക്കുന്നു. വ്രതം എന്ന് പറയുന്നതിൻ്റെ പരിപൂർണത എല്ലാം ഉപേക്ഷിച്ച് ഭഗവാന്റെ അടുത്തിരിക്കുന്ന സാധനയായി മാറാൻ ഈ ശിവരാത്രി ദിനത്തിൽ നമുക്ക് സാധിക്കട്ടെ. നമസ്കാരം.